ഓ, ഈ നാട്ടിലേക്ക് വരാൻ ഞാൻ മെയിനായിട്ടും റെഫ്യൂസ് ചെയ്യുന്ന ഒരൊറ്റ കാര്യതേ ഉള്ളൂ, കുണ്ടും കുഴിയും. അമ്മ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഞാൻ എന്ത് മിണ്ടാനാടാ, വീട്ടിലേക്ക് പോകാനുള്ള എക്സൈറ്റഡ് ആണ്. അതിനിടയിൽ വേഗം അങ്ങോട്ട് ഓടിക്കാൻ നോക്കപ്പോ. ആ, ഇനി അതിൻ്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. അച്ഛനൊന്നും പറയാനില്ലേ? ഞാനെന്ത് പറയാ, വണ്ടി ഓടിക്കടാ. ആ, ഓക്കെ, ഇനി അതിന് കുറവ് വേണമെന്ന് പറയണ്ട. സ്ഥലം എത്തിയിട്ടുണ്ട്. അമ്മച്ചനും ഇറങ്ങാൻ നോക്കും. ഞാനീ കാറൊന്ന് പാർക്കാക്കിയിട്ട് പോരാം. ചെല്ലു, അവിടെ കുമാരേട്ടുണ്ട്, അയാളെ കൊടുത്താൽ മതി. ആരാ അത് വന്നത്? കുമാര മോനെ, ദേവ നീയോ? അമ്മേ, എത്ര നാളായിടാ നിന്നെ കണ്ടിട്ട്. ഓ, നിനക്ക് ഇങ്ങോട്ടത്തുള്ള വഴിയൊക്കെ ഓർമ്മ ഉണ്ടോ? ഞാൻ കരുതി. എൻ്റെ പൊന്നമ്മേ, ഞാനിപ്പോൾ വന്ന് കയറിയതല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് അമ്മ പരാതി പറയാതെ. ഞാൻ എങ്ങനെ വഴിയൊക്കെ മറക്കുന്നേ? ഇപ്പൊ വന്നേലേ ഉള്ളൂ. ആ മതി മതി, മാറി നിൽക്ക് നീ. മോളെ, സുഖാണോ നിനക്ക്? നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഞാൻ എന്ത് മിണ്ടാനാ, അമ്മയുടെ മോൻ്റെ പരിഭവമൊക്കെ പറഞ്ഞ് തീർക്കട്ടെ എന്ന് വെച്ച്. ആ, എന്ത് പരിഭവം പറഞ്ഞ് തീർക്കാനാ? നിന്റെ ഭർത്താവ് ഇങ്ങനെ തന്നെയല്ലോ അല്ലെങ്കിലും. പിന്നെ എവിടെ എൻ്റെ കുഞ്ഞെവിടെ? അപ്പു വന്നില്ലേ? അപ്പുവിനെ കാണാനാണല്ലോ തിടുക്കം. വന്നിട്ടുണ്ട്, പാർക്ക് ചെയ്യാൻ പോയിക്ക. അല്ല, ഇതാരാ? പാറുക്കുട്ടിയോ? എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? മറന്നോടി ഞങ്ങളെയൊക്കെ? ഏ, മറന്നിട്ടൊന്നുമില്ല. ഞാനിങ്ങനെ നിങ്ങൾ വന്നതല്ലേ ഉള്ളൂ, അതുകൊണ്ട് മുഷിപ്പിക്കേണ്ടെന്ന് കരുതി. അമ്പടി കേമി, നീ ആളങ്ങ് വളർന്നു പോയല്ലോടി. 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ കണ്ട കൊച്ച അല്ലേ ഏട്ടാ? ആ, അതെ അതെ, 10ാം ക്ലാസ്സിൽ കണ്ടതാ അവസാനായിട്ട് അവിടെ. നാളെ മാറിപ്പോയോട്ടോ പാറുവേ. നീ പഠിക്കുവാണോ മോളെ? നീ ഇപ്പോ? അതെ അതെ, ഞാനിപ്പോൾ പഠിക്കുക, ഡിഗ്രിയാ. ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ ഇവിടെ തന്നെയാ. അമ്മേ, ഓ, ഈ ചെറുക്കനെ കൊണ്ട് അവിടെ നിന്ന് കുറച്ച് ലഗേജ് കൂടെ എടുത്തിട്ട് വരാനുള്ളതല്ലായിരുന്ന. നിൽക്കമ്മേ, ഞാൻ പോകുന്നു, എടുത്തിട്ട് വരാം. ആ വേണ്ട വേണ്ട, നീ ഇപ്പോൾ പാറുവേ. ആ കാര്യസ്ഥനവിടെ, അവനെ വിളിക്ക്, അവനെടുത്ത് കൊടുക്കും. വേണ്ട മുത്തശ്ശി, കാര്യസ്ഥൻ ചേട്ടൻ പുറകിൽ പുറം പണി ചെയ്യുക, അത് കേട്ടിട്ടുണ്ടാവില്ല. കുറച്ച് പെട്ടിയല്ലേ ഉള്ളൂ, ഞാൻ പോയി എന്തായാലും എടുത്ത് കൊടുത്തിട്ട് വരാമേ. അയ്യോ, അത് വേണ്ട മോനെ, ഒരുപാടുള്ളതാ. മോനോടെ ഇരിക്കെ, അമ്മ പോയി എടുത്ത് കൊടുത്തിട്ട് വരാം. നീ അവിടെ ഇരിക്കെ. അത് കുഴപ്പമില്ല, ഞാൻ പോയിട്ട് വരാം. ഹലോ ഓൾഡ് ലേഡി. തിരുമാലി, എവിടെയാടാ നീ? എൻ്റെ മോനെ, എത്ര നാളെ എൻ്റെ കുഞ്ഞിനെ കണ്ടിട്ട്. നിനക്ക് ഈ മുത്തശ്ശിനെ കാണണ്ട അല്ലേടാ? എൻ്റെ ദൈവമേ, അന്നപ്പോ തന്നെ പരാതിപ്പെട്ട് തുറന്നല്ലോ. ഒരുപാട് വർക്കുണ്ട് മുത്തശ്ശി, അതാ. ആ അമ്മേ, ഭയങ്കര വർക്കാ. ഈ സമയത്തല്ലേ കൂട്ടിനൊരാൾ വേണ്ടത്. ഞാൻ എപ്പോഴും പറയും കൂടിനൊരാൾ നമുക്ക് വെക്കാൻ വന്ന്. അവന് താല്പര്യമില്ല. ആ, ഇനി എന്തായാലും അതിനുള്ള സമയമൊക്കെ അല്ലേ അമ്മേ? പിന്നെ അല്ലാതെ 10-28 വയസ്സായി. ഇനി ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു കല്യാണം കഴിപ്പിച്ചങ്ങ് വിടാം. ഇനി രണ്ടുപേരൂടെ ചേർന്നങ്ങ് ജോലി ചെയ്യും അല്ലേ നിതേ? അതല്ലേ നല്ലത്.
അമ്മ വീണ്ടും അത് പറഞ്ഞോണ്ട് വരല്ലേ. ഇവൻ ഇത് പറയുന്നതിനത്ര ജിന്ന് വേറെ ഒന്ന് പറഞ്ഞാലും ഇല്ല. പിന്നെ മോളെ പാറു, എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ആ അതെ, എന്താടാ ഒന്നും മിണ്ടാതിരിക്കുന്നേ? വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിക്കുകയാണ്. സൈലന്റ്. എന്നാ പറ്റി മോളെ നിനക്ക്? ഏയ്, എനിക്കൊന്നും പറ്റിയതില്ല. ഞാൻ നിങ്ങളെല്ലാരും ഒത്തിരി നാൾ കഴിഞ്ഞിട്ടല്ലേ കാണുന്നേ, അതുകൊണ്ട് അതുകൊണ്ട് നോക്കിയിരുന്നതാ. അമ്മ, ഞാൻ റൂമിലേക്ക് പോവാ. എൻ്റെ ലഗേജ് അങ്ങ് എത്തിച്ചാൽ മതി. ഓ, ദോ പോയി. ഇനി എന്തായാലും ഇപ്പോഴൊന്നും ഇങ്ങോട്ട് കാണില്ല. മോളെ പാറു, നിങ്ങൾ രണ്ടുപേരും കൂടെ പോയി സംസാരിച്ചിട്ടൊക്കെ വാ. ഒത്തിരി നാൾ കഴിഞ്ഞ് കാണുന്നതല്ലേ. മോള് ചെല്ലാൻ നോക്ക്. അത് അത് പിന്നെ അമ്മേ, ഞാനിപ്പോ എന്തെന്ന് പറഞ്ഞ നീ ഇങ്ങനെ പരിഭ്രമിക്കുന്ന എന്തിനാ? നിങ്ങൾ ആദ്യമായിട്ടൊന്നല്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നേ. ചെന്ന് സംസാരിച്ചിട്ടൊക്കെ വാ രണ്ടുപേരൊക്കെ ഒന്ന്. അത് അത് പിന്നെ അമ്മേ, പോയിട്ട് വാ എൻ്റെ പാർമ. ചെല്ലേ ഒന്ന് അങ്ങോട്ടും കമ്പനിയൊക്കെ ആവാ മോള്. ആ ശരി, ഞാൻ 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 പോയിട്ട് വരാം. അതിൻ്റെ പ്ലാനൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അറിഞ്ഞുകൊണ്ട് അതിനെ ആ സിംഹത്തിൻ്റെ മുഴയിലേക്ക് ഇട്ട് കൊടുക്കുവാണോ? ഒന്ന് പോയ മനുഷ്യ, എനിക്കറിയാം എന്താന്ന്. ആരും ഇല്ലല്ലോ. ഓ, എവിടെ പോയാ എന്തോ കാലൻ, അല്ലെങ്കിൽ കടിച്ച് കീറാനാ വരുന്നത്. എടി, ആരടി നീ? നീ ആരോട് വെച്ചിട്ടടി മുറി കയറി വരുന്നേ? ഒരാളെ റൂമിൽ കയറി വരുമ്പോ അറ്റ്ലീസ്റ്റ് ഒന്ന് നോക്കിയെങ്കിലും വേണം. തള്ളി പിടിച്ച് കയറി വരുക. അതെങ്ങനെയാ? ഇവിടെ കിടന്ന് വളർന്നതല്ലേ, പലതും മാർന്നിട്ടുണ്ടാവും. അതിനിടയില് ആൾക്കാർക്ക് മാറാധിക സമയം വേണ്ടല്ലോ. നീ എന്തിനാടി എന്റെ റൂമിലോട്ട് കയറി വന്നേ? ഞാൻ വേറൊന്നിനും വന്നതല്ല. എന്തെങ്കിലും കാപ്പിയോ വെള്ളമോ വല്ല വേണമെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. നിങ്ങളുടെ അമ്മ പറഞ്ഞു വിട്ടു, അല്ലാതെ വേറൊന്നിനുമില്ല. എനിക്ക് കാപ്പിയോ വെള്ളമോ വല്ല വേണമെന്ന് ചോദിക്കാൻ ഇവിടെ വേറെ ആൾക്കാരുണ്ട്. നീ എന്റെ ഭാര്യയൊന്നുമില്ലല്ലോ എന്റെ സുഖവിവരം അന്വേഷിക്കുക. ഇറങ്ങി പോവാൻ നോക്കടി എന്റെ റൂമിൽ നിന്ന്. അതെ, ചുമ്മാ കിടന്ന് ഇങ്ങോട്ട് തിളക്കണ്ട. ഒന്നും മിണ്ടുന്നില്ലെന്ന് വെച്ച് നിങ്ങൾക്ക് എന്തോ ചെയ്യും. ഒരു കാപ്പിയോ വെള്ളമോ എന്തോ കുടിക്കും. ഞാൻ എൻ്റെ പാട് നോക്കി പോവാ. വന്ന് ചോദിച്ചത് എൻ്റെ മര്യാദ. ഞാൻ പോയി തന്നോളാം. ആഹാ, നീ എന്നാ പോകുന്ന എനിക്കൊന്ന് കാണണമല്ലോ. ചോദിക്കാതെ എൻ്റെ റൂമിലോട്ട് വന്നിട്ട് ഞാൻ പറയാതെ നീ പോത. Oh, stop it. I hate those eyes. എന്നത് പലതും ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിന്നെ പോലെ വഞ്ചതികളെ മുന്നിൽ ഇനിയും വന്ന് നിന്നത് ഉറപ്പാടി. നിന്നോട് സംസാരിക്കുമ്പോഴും ഉറപ്പാ എനിക്ക്. മേലാൽ എന്റെ കണ്ണുമ്പിൽ നീ വന്നു പോരുത്. ഇത് പറയാൻ വേണ്ടി മാത്രം നിന്നെ. എനിക്കധികം നേരം നിന്റെ കണ്ണുകൊണ്ട് നിൽക്കാനൊന്നും താല്പര്യമില്ല. സോ ഇപ്പൊ റൂമിൽ നിന്ന് ഇറങ്ങി പൊക്കോണം. ഗെറ്റ് ഔട്ട്. ഓ ഷിറ്റ്, എന്താണോ പറയരുതെന്ന് വിചാരിച്ചു വന്നത് അത് തന്നെയാണല്ലോ അഗ്നി. നീ വീണ്ടും വീണ്ടും. ഞാൻ എന്തിനാ അവളുടെ ഗോഡ് ഇവിടെ നിൽക്കും തോറും ഞാൻ പലതും
പാറേ. ഉം. ഏ? അമ്മയോ? അമ്മയ്ക്കെത്താ അമ്മേ? അമ്മയോട് 1000 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ശ്വാസമുട്ടലായിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതേ ഉള്ളൂ, ഈ സ്റ്റെയർ കയറി ഇറങ്ങരുതെന്ന്. അമ്മയ്ക്ക് തോഴ വല്ല ഇരുന്നാ പോരെ അമ്മേ? ഓ എൻ്റെ അമ്മേ, ഇതിലിപ്പ ഞാനാണോ അമ്മ, നീയാണോ അമ്മ? ദേ അമ്മേ, എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. രാത്രി മുഴുവനും വയ്യെന്ന് പറഞ്ഞ് മനുഷ്യനെ സങ്കടപ്പെടുത്തിയിട്ട് ഇപ്പോൾ ഒരു കുഴപ്പമില്ല, സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നു. ഡോക്ടർ പറഞ്ഞതല്ലേ അമ്മേ റെസ്റ്റ് എടുക്കാൻ. ഏട്ടൻ വരട്ടെ, ഏട്ടനെ കൊണ്ടേ നിയന്ത്രിക്കാൻ പറ്റൂ. ഓ എൻ്റെ പൊന്നു പാർവേ, അത് പോയടി ആ ഗുളിക കഴിച്ചപ്പോൾ. പിന്നെ ഇത് സ്ഥിരമല്ലേടി, പിന്നെ സ്റ്റെപ്പ് കയറരുതെന്നൊക്കെ ഡോക്ടർമാർ ഓരോന്ന് പറയുന്നതാ. നിനക്കെന്താ ഒരു മൂഡ് ഓഫ് വന്നപ്പോൾ തൊട്ടേ? എന്നാ പറ്റിയടി? ആ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇതെന്നാ പറ്റി? ചേട്ടനും അനിയത്തിയും കൂടെ അടിയായോ? അതോ എന്നാ പറ്റി പാറു? വന്നപ്പോഴേ അമ്മ ശ്രദ്ധിക്കുക, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഇല്ല അമ്മേ. നീ ഇപ്പം ഞങ്ങളോടൊന്നും പറയത്തൊന്നുമില്ലല്ലോ, നീ വലിയ ആളായിപ്പോയില്ലേ. പിന്നെ നിന്റെ ചേട്ടൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എപ്പോഴാ ആശാൻ എഴുന്നള്ളതെന്ന് എനിക്കറിയാൻ വയ്യ. ഇനി പോകുമ്പോൾ രണ്ടുപേരും കൂടെ ആ ബ്രോക്കറിനോട് നമുക്കൊന്ന് കാണാം. അതും കൂടെ കഴിയട്ടെ. എൻ്റെ അമ്മേ, ഇനി കല്യാണം ഒന്നും മിണ്ടാതിരുന്നേ. എന്തോ ആവട്ടെ, ആദ്യം അമ്മയുടെ ഈ ചികിത്സ ഒന്ന് നടക്കട്ടെ. ഡോക്ടർ പറഞ്ഞത് ഓർമ്മ ഉണ്ടല്ലോ, ബെഡ് റെസ്റ്റാണ് ഇനി പറഞ്ഞേക്കുന്നത്. അത് കഴിയട്ടെ. അതും വരെ ഈ സ്റ്റെയർ കയറി ഇറങ്ങാതിരുന്നാൽ മതി. ഓ ഞാൻ എന്തായാലും കയറി ഇറങ്ങാനൊന്നും പോകുന്നില്ല. ആ പിന്നെ രാമായണൻ ചേട്ടൻ പറയുന്ന കേട്ടു, നിധിയും മോനും ഒക്കെ വന്നെന്ന്. നീ എന്താടി കണ്ടോ അവരെ? എങ്ങനെയാടി, മാറിപ്പോയി അവരൊക്കെ? ഇവക്കെന്ത് പറ്റി? ആ എന്തായാലും നമുക്കൊന്ന് അങ്ങോട്ടേക്ക് പോണം. എൻ്റെ കുഞ്ഞിനെ കണ്ടിട്ട് എത്ര നാളായി. ആ പോവാം. അമ്മ തന്നെ പോവാൻ നോക്ക്, എനിക്കൊന്നും വയ്യ. ഇവളാരടി? നിനക്കിത് എന്തു പറ്റിയടി? എനിക്കെന്ത് പറ്റാ? എനിക്കൊന്നും പറ്റിയൊന്നുമില്ല. പോവാന്ന് പറഞ്ഞല്ലോ, പിന്നെന്ത്? ഇവർക്കിതെന്ത് ജിന്നളക്കിയ? എൻ്റെ ദൈവമേ, ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ. അമ്മ ഒന്നും പറഞ്ഞില്ല, ഞാനും പറഞ്ഞില്ല. പാർവേ, എന്താടാ? അമ്മയുടെ മോന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല അമ്മേ. അമ്മ ഒരു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം, അതോ തെറ്റിദ്ധാരണയുടെ കാര്യം മൂലം ഒരാളെ പഴിച്ചതും അവരിൽ നിന്ന് മാറിയതും തെറ്റാണോ? തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റാണ്. ഒരു കാര്യം എന്താണോ ഇല്ലയോ എന്ന് ആദ്യം അവരോട് നമ്മൾ സംസാരിക്കണം, അതല്ലേ നമുക്ക് മനസ്സിലാവും. അല്ലാണ്ടിപ്പോ എന്താ പറ്റിയേ? ആർക്കാ? അപ്പോ അവരോടത് തുറന്ന് സംസാരിച്ച തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ആരോട് സംസാരിച്ചാ തീരാന്നുള്ള പ്രശ്നമേ ഉള്ളൂന്ന്? ഏട്ടാ, നീയോ?